സർക്കാരിനെതിരെ സംസാരിക്കാൻ മാപ്രകൾ സതീശന് സ്റ്റഡി ക്ലാസ് എടുക്കും. ഏതുപോലെ ഈ തത്തയെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് അതിനെ പഠിപ്പിക്കുമല്ലോ. ആ പഠിപ്പിച്ചതിന് ശേഷം തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു പറയില്ലേ, അതേ അവസ്ഥ എന്താണെന്നല്ലേ ഇന്നത്തെ സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ സതീശൻ്റെ PR ടീമുകാർ കാണിച്ച ചതിയിലൂടെയാണ് സതീശന് മാപ്രകൾ സർക്കാരിനെതിരെ സംസാരിക്കാൻ വേണ്ടിയുള്ള സ്റ്റഡി ക്ലാസ് കൊടുക്കുന്നതിൻ്റെ ദൃശ്യം പുറത്തു വന്നത്. പ്പെട്ടവര് ആദായ നികുതി അടയ്ക്കാത്തവരുണ്ടെങ്കിൽ പട്ടിക അതൊരു വിവരാവകാശം ഒരാൾ ചോദിച്ചതാണ്. ക്രിസ്ത്യൻ സഭയിൽപ്പെട്ട ആളുകളെ ടാക്സ് അടയ്ക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ DD ക്രിസ്ത്യൻ സഭയിൽപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ ഉത്തരവാദി വിവാദമായപ്പോൾ തുടരെ അത് അബദ്ധം പറ്റിയതാണ് അത് തീരുമാനിച്ചത്. നമ്മുടെ കേട്ടല്ലോ, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാണ്. സതീശൻ അറിഞ്ഞില്ല, സതീശൻ കേട്ടില്ല, എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഇവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്തതിന് ശേഷം വിദഗ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ സാധാരണ 11 മണി കഥാപാത്രം കെട്ടിയാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതേ ചോദ്യം വരുമ്പോൾ സതീശൻ്റെ പ്രതികരണം ഒന്ന് കണ്ടേ. ഇന്ന് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആദായ നികുതി അടയ്ക്കാത്ത വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ ചോദിച്ച് AEO അരീക്കോട് AEO കത്തയച്ചിരിക്കുകയാണ് HMമാർക്ക്. ഇപ്പോൾ വിവാദമായതോടുകൂടി അല്പസമയം മുമ്പ് അത് പിൻവലിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് ഇവരെന്ന് അവർ തെളിയിക്കല്ലേ. ഇങ്ങനൊരു നോട്ടീസ് അയക്കാമോ? ആരെങ്കിലും വിവരാവകാശ പ്രകാരം ഇത് കൊടുത്താൽ വിവരാവകാശ നിയമം എന്താണെന്ന് അറിയുന്നത്. ഇങ്ങനെ ഒരു നോട്ടീസ് താഴേക്ക് കൊടുക്കാമോ? നടപടി എടുക്കണം അവർക്കെതിരെ, ഇങ്ങനെ ചെയ്തവർക്കെതിരെ. ആർക്കെങ്കിലും ഇത് അഭിനയിക്കുന്നതാണെന്ന് തോന്നിയോ? അല്ലെങ്കിൽ തത്തയെ ജ്യോതിഷം പഠിപ്പിച്ച് പറയിപ്പിക്കുന്നതാണെന്ന് തോന്നിയോ? ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന പല സംഭവവികാസങ്ങളും. സതീശൻ ചില മാപ്രകൾക്ക് മാസപ്പടി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് എന്താണോ ഞങ്ങളുടെ വാർത്താ കച്ചവടത്തിന് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ക്രിസ്തീയ വിഷയമാണ്, സ്വാഭാവികമായിട്ടും ക്രിസ്തീയ വിഭാഗക്കാർ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സതീശൻ്റെ 10 മിനിറ്റ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തെറിപ്പൂരം അരങ്ങേറുന്നുണ്ടല്ലോ. ആ നിലയ്ക്ക് ക്രിസ്തീയരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം സതീശൻ പ്രതികരിച്ചേ, സതീശൻ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ എന്ന തലക്കെട്ടോടു കൂടി കൊടുക്കാനാണ്. യാഥാർത്ഥ്യത്തിൽ എന്താണ്? മാപ്രകൾ സർക്കാരിനെതിരെ ഒരു വിഷയം ഒരാളെ പഠിപ്പിക്കുന്നു, അയാളെ കൊണ്ട് പറയിക്കുന്നു. പറഞ്ഞതിന് ശേഷം പഠിപ്പിച്ച ആൾക്ക് ഉത്തരവാദിത്തമില്ല, പറഞ്ഞ ആളുടെ പേര് ഹൈലൈറ്റ് ചെയ്യും. ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് എന്ന നിലയ്ക്ക് ആൾക്കാരിലേക്ക് ആ കാര്യം എത്തിക്കാനുള്ള ശ്രമം. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന കൂട്ടുകച്ചവടം. അധികാരത്തിലെത്താൻ വേണ്ടി സതീശൻ മാധ്യമ മുതലാളിമാർക്ക് മാസപ്പടി കൊടുത്തിട്ട് എങ്ങനെയാണ് സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ്. ഇതിങ്ങനെ തുറന്നു കാട്ടിത്തരുന്നത് പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി പറയുന്നതാണെന്ന് തോന്നും. ഇനി രണ്ടും കൂടി നിങ്ങൾ ഒരുമിച്ചൊന്ന് കേട്ടോളൂ. കത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിൻവലിച്ചു. ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവര് ആദായ നികുതി അടയ്ക്കാത്തവരുണ്ടെങ്കിൽ പട്ടിക അതൊരു വിവരാവകാശം ഒരാൾ ചോദിച്ചതാണ്. ക്രിസ്ത്യൻ സഭയിൽപ്പെട്ട ആളുകളെ ടാക്സ് അടയ്ക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ DD ക്രിസ്ത്യൻ സഭയിൽപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ ഉത്തരവാദി വിവാദമായപ്പോൾ തുടരെ അത് അബദ്ധം പറ്റിയതാണ് അത് തീരുമാനിച്ചത്. നമ്മുടെ ഇന്ന് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആദായ നികുതി അടയ്ക്കാത്ത വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ ചോദിച്ച് AEO അരീക്കോട് AEO കത്തയച്ചിരിക്കുകയാണ് HMമാർക്ക്. ഇപ്പോൾ വിവാദമായതോടുകൂടി അല്പസമയം മുമ്പ് അത് പിൻവലിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് ഇവരെന്ന് അവർ തെളിയിക്കല്ലേ. ഇങ്ങനൊരു നോട്ടീസ് അയക്കാമോ? ആരെങ്കിലും വിവരാവകാശ പ്രകാരം ഇത് കൊടുത്താൽ വിവരാവകാശ നിയമം എന്താണെന്ന് അറിയുന്നത്. ഇങ്ങനെ ഒരു നോട്ടീസ് താഴേക്ക് കൊടുക്കാമോ? നടപടി എടുക്കണം അവർക്കെതിരെ, ഇങ്ങനെ ചെയ്തവർക്കെതിരെ.